അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ വളരെ പവർഫുള്ളായ ഒരു പ്രാർത്ഥനയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ മഹത്വം. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടാകുമ്പോൾ നടക്കാത്ത നമ്മുടെ ഏത് കാര്യവും തുറന്നു കിട്ടാൻ വേണ്ടി സൂറത്തുൽ ഫത്തഹിനെയും സ്വലാത്തുൽ ഫാത്തിഹിനെയും യാ ഫത്താഹ് യാ അല്ലാഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദിവ്യനാമങ്ങൾപ്പെട്ട ഇസ്മിനെയും നാം ഉരുവിടൽ കൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നു. അത് എങ്ങനെയാണ് നാം ചെയ്യുക എന്ന് നമ്മൾ നോക്കിയാലോ. ആദ്യമായി ഏതെങ്കിലും ഒരു തിങ്കളാഴ്ച രാവോ അതല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച രാവോ നാം ആദ്യമായി സുബഹിയുടെ അവ്വൽ വഖത്തിൽ തന്നെ സുബഹി നമസ്കരിക്കുക. ആ സുബഹിയുടെ അതേ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് നാം ആദ്യമായി 3 വട്ടം സ്വലാത്തുൽ ഫാത്തിഹിനെ 3 വട്ടം പറയുക. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. ഇതാണ് സ്വലാത്തുൽ ഫാത്തിഹ. ഈ സ്വലാത്തുൽ ഫാത്തിഹിനെ മൂന്ന് തവണ ഉരുവിട്ട ശേഷം പരിശുദ്ധമായ സൂറത്തുൽ ഫത്ഹ് ഇന്നാ ഫതഹ്നാ ലക ഫതഹം മുബീന എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹിനെ 1 വട്ടം പാരായണം ചെയ്യുക. അതിനുശേഷം ഈ സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനം വരുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹും അശിദ്ദാഉ അലൽ കുഫാർ, ഈ ആയത്തിൻ്റെ അവസാനം വരെ ഈ സൂറത്തുൽ ഫത്ഹിൻ്റെ അവസാനം വരെ 3 വട്ടം പാരായണം ചെയ്യുക. അതിനുശേഷം അള്ളാഹുവിൻ്റെ ദിവ്യ നാമങ്ങളിൽപ്പെട്ട അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ഫത്താഹ് യാ അല്ലാഹ്, യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന ഇസ്മിനെ 489 വട്ടം നാം ഉരുവിടുക. അതിനുശേഷം നമ്മൾ ആ മുസ്ലിയിൽ തന്നെ ഇരുന്നു കൊണ്ട് ഒരു സുജൂദ് ചെയ്യുക. ആ സുജൂദിൽ കിടന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് 40 വട്ടം നമ്മുടെ വിരൽ മടക്കി എണ്ണം പിടിച്ച് പറയുക. അതിനുശേഷം നമുക്ക് പറയാനുള്ള സങ്കടം എന്താണോ, വിഷമം എന്താണോ, അത് അള്ളാഹുവിനോട് പറയുക. തീർച്ചയായും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പൂർത്തീകരണം ഉണ്ടാകും. ചെയ്ത് 100% ഫലം കണ്ട ഒരു ദിക്റാണിത്. ഇൻഷാ അല്ലാഹ് നിങ്ങളും ചെയ്തു നോക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.